നിങ്ങൾ ഒരാൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ എനിക്കും അല്ലാഹു തരും. തൗഫീഖ് നൽകട്ടെ. എന്റെ ഒരു വിഹിതം എന്റെ ഉസ്താദിനും കിട്ടും. എന്നെ പഠിപ്പിച്ച ഉസ്താദാണല്ലോ. ആ ഉസ്താദിന് കിട്ടുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ എന്റെ ഉസ്താദിനും കിട്ടും. അവസാനം ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സഹാബാക്കളെ വിളിച്ചിരുത്തിയിട്ട് തലയിൽ ഒരു മാടപ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവൻ കൂട്ടങ്ങൾ പറന്നു പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവനെ പോലെ തലയനക്കാരെ കണ്ണ് ചിമ്മാറെ വിധങ്ങളുടെ റിസാലത്തിന്റെ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലെ ദന്തനിരകളിലേക്ക് നോക്കിയിരിക്കുന്ന, അവിടുത്തെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുന്ന നക്ഷത്രതുല്യരായ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ മുത്തു നബിക്കും അതിന്റെ പ്രതിഫലം എത്തും. അപ്പൊ നമ്മള് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 നമസ്കാര ശേഷം ചെല്ലുന്നത് കൊണ്ട് ആർക്കൊക്കെ പ്രതിഫലം കിട്ടും? നമുക്ക് കിട്ടുന്നതോടൊപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്സാര കാര്യമല്ല, അത് അമൽ ചെയ്തോളി. നാളത്തെ സുബഹി മുതൽ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അടുത്ത കാര്യം പറയാൻ. സഹോദരങ്ങളെ, വലിപ്പമുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ മരണക്കിടക്കയിൽ കിടക്കുന്നവനാ കലിമ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കറിയണോ, ഒരു ദിവസം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ഭയപ്പെടണ്ട. എന്ന് വെച്ചിട്ട് കള്ളു കുടിക്കാൻ ഉസ്താദെ, കഞ്ചാവ് വലിക്ക, കഞ്ചാവിന്റെ കാര്യം പറയുമ്പോ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, കള്ള് കുടിച്ചാലൊന്നും ഇപ്പൊ അവർക്ക് മതം വരില്ല, പിടുത്തുണ്ടാവൂല. അവരുടെ കള്ളുകുടിയൊക്കെ നിർത്തി. ഇപ്പൊ കള്ളൊന്നും ആർക്കും വേണ്ട. ഇപ്പൊ മദ്യവും അതൊന്നും ആർക്കും വേണ്ട. ഇപ്പോ കഞ്ചാവാണ്. നാവിനടിയിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഉണ്ട്. അറിയില്ല, വാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല. കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ ആ സ്കൂളിലെ അധ്യാപകനെ പോലും അറിയില്ല. ഇനി അധ്യാപകൻ വെച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് കുട്ടികൾക്ക് പോലും അറിയില്ല. അല്ലേ? ആർക്കും അറിയാൻ പറ്റാത്ത അവസ്ഥയില് പുതിയ നൂതന സംവിധാനങ്ങളിലൂടെ മനുഷ്യന്റെ ആത്മീയത നഷ്ടപ്പെടുത്തുന്നതിനപ്പുറം അവന്റെ മസ്തിഷ്കത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരി ഉൽപ്പന്നങ്ങൾ വലിയ കച്ചവടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവിന് അടിമപ്പെട്ടു പോകരുത് എന്റെ ചെറുപ്പക്കാരാ. ഒരിക്കലും കഞ്ചാവിന് അടിമപ്പെട്ടു പോകരുത്. നമ്മൾ നോക്കുമ്പോ ചില ആളുകൾ പറയുന്നു, ഉസ്താദെ ഒരു കുതിരപ്പുറത്ത് പോകും പോലെയാ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ. കുതിരപ്പുറത്ത് യാത്ര ചെയ്യും പോലെ എന്നാണ്. ഒരു വല്ലാത്തൊരു സുഖമാന്നാ പറയുന്നത്. എന്റെ പൊന്നുമോനെ, നിന്റെ ശരീരം മുഴുവനും നശിച്ചു പോകുമെന്നതിനപ്പുറം